സെക്കൻഡറി ലൈൻ ഷോട്ട് എന്നും ടെക്നീഷ്യന്മാർക്ക് തലവേദനയാണ് സെക്കൻഡറി ലൈൻ ഷോട്ട്. ഇന്ന് നമ്മൾ സെക്കൻഡറി ലൈൻ ഷോട്ട് എങ്ങനെ കണ്ടുപിടിക്കാനും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടിരുന്നു. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ അല്ലെ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് തീർച്ചയായും നിങ്ങൾക്ക് ഫോണിൻ്റെക്ക് ഇത്തരം വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡറി ലൈൻ ഷോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു ഡെഡ് സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സെറ്റ് എന്താ കണ്ടീഷൻ എന്നല്ല, നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് സ്ക്രാപ്പ് ആയിട്ടുള്ള ഫോണുകൾ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കിട്ടിയ ഒരു സെറ്റാണ്. അപ്പോൾ ഇതൊരു ഷോർട്ടാണ്. നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് വെൻ്റ് ചെയ്ത സമയത്ത് സെക്കൻഡറി ലൈൻ ഷോർട്ടാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നോ ഇതെങ്ങനെയാണ് ഫോൾട്ട് കണ്ടുപിടിക്കുന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഈ ഒരു ചാനലിൽ നിന്ന് ഫോൺ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഇപ്പം മൊബൈൽ ടെക്നീഷ്യൻ ആണെന്നില്ല, നിങ്ങളുടെ മൊബൈൽ ടെക്നീഷ്യൻ ആയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ മെൻഷൻ ചെയ്താൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും എത്തിപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നേരിട്ട് വീഡിയോയിൽ പോവാം. നമ്മളെ സാദിഖ് സാറ് നമ്മളെ കൂടെ ഉണ്ട്. സാദിഖ് സാറേ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇത് ഒരു സെക്കൻഡറി ലൈന് ഷോർട്ടുള്ള ഒരു ഫോണാണ്. അപ്പോ സാറ് നമ്മളെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ ഇത്തരം സെക്കൻഡറി ലൈന് ഷോർട്ട് വരുന്ന സെറ്റ് വരുമ്പോൾ ഇവരൊന്ന് പതറുന്നുണ്ട്. അതായത് അയ്യോ സെക്കൻഡറി ലൈന് ഷോർട്ടാണ്, അത് കോംപ്ലിക്കേറ്റഡ് ആണ്, കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള റിപ്ലൈ പ്ലസ് ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്ന ലൈവായിട്ട് കാണിച്ചു തരണം. ഓക്കെ. മെയിൻ ആയിട്ട് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണ് സെക്കൻഡറി ലൈൻ എന്ന് മനസ്സിലാക്കുകയാണ്. സെക്കൻഡറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഐസി, മെയിൻ പവർ ഐസി ഔട്ട്പുട്ട് പോകുന്ന എല്ലാ വോൾട്ടേജും സെക്കൻഡറി വോൾട്ടേജ് ആണ്. അതായത് പ്രൈമറിയിലുള്ള VBAT VPH ഒഴിച്ച് VPH വന്ന് പവറിൽ ഇൻപുട്ട് ആയി കഴിഞ്ഞാൽ ബക്കോയിൽ അല്ലെങ്കിൽ LDO കോയിൽ വഴി ജനറേറ്റ് ആവുന്ന ഔട്ട്പുട്ട് പോകുന്ന എല്ലാ വോൾട്ടേജ്, അതിപ്പോൾ ബക്ക് വോൾട്ടേജ് ആയിക്കോട്ടെ, LDO വോൾട്ടേജ് ആയിക്കോട്ടെ, VIO വോൾട്ടേജ് ആയിക്കോട്ടെ, VREG വോൾട്ടേജ് ആയിക്കോട്ടെ, ഏത് വോൾട്ടേജ് ആയാലും പവർ ഐസിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നത് സെക്കൻഡറി വോൾട്ടേജ് ആണ്. ഇതിൽ തന്നെ സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷോർട്ട് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് CPU കണക്റ്റഡ് ആയിട്ടുള്ള ലൈൻസിൽ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 4.5 വോൾട്ടേജ് ഇട്ട് കൊടുക്കരുത്. കാരണം CPUവിൻ്റെ കോർ അടിച്ചു പോകും. അത് പല ടെക്നീഷ്യന്മാർക്കും അറിയില്ല. അവർക്ക് ഷോർട്ട് ഫൈൻഡ് ആവും, പക്ഷെ ഫോൺ ഓൺ ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ നമുക്ക് മെൽട്ടായി കിട്ടും, പക്ഷെ അപ്പോഴേക്ക് CPUവിൻ്റെ കോർ അടിച്ചു പോകും. കാരണം മൈക്രോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന IC-യാണ് CPU. സോ ഒരിക്കലും സെക്കൻഡറി ലൈനിൽ ഷോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബിറ്റ് മാപ്പിൽ CPU കണക്റ്റഡ് ആണെങ്കിൽ യാതൊരു കാരണവശാലും വോൾട്ടേജ് 4.5 ഇട്ട് കൊടുക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കമ്പൗണ്ടർ അല്ലെങ്കിൽ 1/1 ആയിട്ട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ വോൾട്ടേജ് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തെർമൽ ക്യാമറ പോലത്തെ അഡ്വാൻസ്ഡ് ടൂൾസ് യൂസ് ചെയ്യുക. ഇനി ഈ സെക്കൻഡറി ലൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സെക്കൻഡറി ലൈന് ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കണക്ടറിൽ ഒരിക്കലും അത് കാണാൻ പറ്റില്ല. ഇനി അതേമാതിരി നമുക്കറിയാം പ്രൈമറി ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓട്ടോ ആംബിയർ എടുക്കും, ഇവിടെ ആംബിയർ റീഡിങ് ഓട്ടോമാറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഈ സെക്കൻഡറി ലൈൻ ഷോർട്ട് ആയിട്ടുള്ള ഫോണ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം, റീഡിങ് എത്ര എടുക്കണമെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഒരു റീഡിംഗ് പോലും വരുന്നില്ല. ഇപ്പോൾ 0.00. ഇതിപ്പോൾ പ്രൈമറി ലൈനാണ് ഷോർട്ട് എങ്കിൽ VBAT ആണെങ്കിൽ ആംബിയറും മാറും, അതേപോലെ തന്നെ വോൾട്ടേജും ഇവിടെ ചേഞ്ച് ആവും. VPH ആണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ പ്രൈമറി ലൈനിൽ DC to DC ICയുടെ നിയർ ബൈ ഫിൽറ്ററിംഗ് ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആംബിയർ എടുക്കും. സെക്കൻഡറി ലൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആംബിയർ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോർട്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. ഇനി നമ്മളിത് പവർ ബട്ടൺ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആംബിയറും എടുക്കുന്നില്ല. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ആകെ തെറ്റിദ്ധാരണ വരും, ഇത് പവർ ഐസി കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് DC to DC ICനെ കൊണ്ടാണോ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെയിനായിട്ട് നിങ്ങൾ ഏതൊരു ICയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ സെക്കൻഡറി ലൈനുകൾ എപ്പോഴും ഷോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി CPU, EMMC, പവർ, നെറ്റ്വർക്ക്, ഈ 4 സെക്ഷനിലാണ് കൂടുതലായിട്ട് സെക്കൻഡറി ലൈൻ ഇപ്പോൾ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേറെ സെക്ഷനിലും ഷോർട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ കൂടുതലായിട്ട് ഷോർട്ട് വരുന്നത് ഈ ഒരു 4 സെക്ഷനിലാണ്. സോ ഈ സെക്ഷൻ 1/1 ആയിട്ട് നമ്മൾ മാനുവലി ബസർ മോഡിലിട്ട് സ്പീഡിൽ ചെക്ക് ചെയ്തിട്ട് അത് ഡയോഡ് മോഡിലിട്ടിട്ട് കൺഫേം ആക്കിയതിന് ശേഷം ബിറ്റ് മാപ്പ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഷോർട്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്റ്റ് പോയിട്ട് പല ടെക്നീഷ്യന്മാരും ഇതേപോലെ ആംബിയർ റീഡിംഗ് എടുക്കാണ്ട് പവർ ബട്ടൺ ട്രിഗർ ചെയ്യുന്ന സമയത്തും ആംബിയർ റീഡിംഗ് എടുക്കാതെ വരുമ്പോൾ പലരും പവർ IC മാറ്റുന്നു, ചാർജിങ് IC മാറ്റുന്നു, ഇതൊക്കെ മാറ്റിയിട്ടും റെഡി ആവാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സമയത്ത് നമുക്കത് എങ്ങനെ റെഡി ആക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇങ്ങനെ ബാറ്ററി കണക്ടറിൽ ഷോർട്ട് കാണിക്കാതിരിക്കുകയോ പവർ സപ്ലൈയിൽ ഓട്ടോ ആംബിയർ കാണിക്കാതിരിക്കുകയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി നമ്മൾ ഈ പറഞ്ഞ സെക്ഷനിൽ ബസർ മോഡിലിട്ടിട്ട് മാനുവലി ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ലൈനിൽ നിങ്ങൾക്ക് ഷോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ICയിലേക്കോ അല്ലെങ്കിൽ ബക്കോയിൽ LDO കോയിൽ വഴി നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ഓട്ടോ ആംബിയർ എടുക്കുന്നില്ല, മൾട്ടിമീറ്ററിൽ നമുക്ക് ഷോർട്ട് കാണിക്കുന്നില്ല, റീഡിങ് കറക്റ്റാണ്. സോ ഇനി നമ്മളിത് ഏത് ലൈനാണ് ഷോർട്ട് എന്നുള്ളത് നമ്മൾ മാനുവലി ചെക്ക് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ പറഞ്ഞു ഓൾറെഡി CPU, EMMC, പവർ, നെറ്റ്വർക്ക്, ഈ 4 സെക്ഷനിലാണ് കൂടുതലായിട്ട് സെക്കൻഡറി ലൈൻ ഷോർട്ട് വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.
ബസർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് സൈഡിലും ബീപ്പ് അടിച്ച് കഴിഞ്ഞാൽ ആ ലൈന് ഷോർട്ടാണെന്ന് മനസ്സിലാക്കാം. യെസ് സാർ. ഇവിടെ EMMCയുടെ ഈ ഒരു ലൈന് വീറഗ് ലൈനിൽ ഷോർട്ട് ഫൈൻഡ് ആയിട്ടുണ്ട് നമുക്ക്. ഇവിടെ രണ്ട് ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോഴും ബീപ്പ് അടിക്കുന്നുണ്ട്. നമുക്കിനി അതൊന്ന് ഡയോഡ് മോഡിലിട്ടിട്ട് കൺഫേം ആക്കാം. കാരണം ചില GPU ലൈനുകൾ എസ്പെഷ്യലി CPU പോകുന്ന ലൈൻസിൻ്റെ GR വാല്യൂ വളരെ കുറവായിരിക്കും. പലരും അത് ഷോർട്ടാണെന്ന് വിചാരിച്ചിട്ട് അവിടെ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അത് രണ്ടും ഗ്രൗണ്ട് വാല്യൂ തന്നെയാണ് കാണിക്കണം എന്നുള്ളത് കൺഫേം ആക്കണം. 0.03 0.03. സോ രണ്ട് സൈഡിലും ഗ്രൗണ്ട് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഈ ലൈന് ഷോർട്ടാണ്, ഈ കമ്പൗണ്ട് അല്ല ഷോർട്ട്, ഈ ലൈന്. പലരും ഷോർട്ട് കാണുന്ന സമയത്ത് ഈ ഷോർട്ട് വരുന്ന കപ്പാസിറ്റർ എല്ലാം തട്ടി പോകുന്ന ഒരു പ്രവണത ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ ലൈനാണ് ഷോർട്ട്. നമുക്ക് ഇനിയിപ്പോൾ മോഡൽ Redmi 5 നമ്മൾ ബോർണിയോയിൽ ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ലൈന് VREG 2.9, അതായത് EMMCയിലേക്ക് പോകുന്ന VREG 2.9 വോൾട്ടേജ്. VREG വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി എല്ലാവർക്കും അറിയാം, അത് സെക്കൻഡറി വോൾട്ടേജ് ആണ്. സോ നമ്മൾ ഇത് കണക്റ്റ് ആയിട്ടുള്ളത് 1 2 3 4 5 ആകെ 5 കപ്പാസിറ്ററിൽ കണക്റ്റ് ആയിട്ടുള്ളൂ. സോ എവിടെയാണ് ഈ ലൈൻസ് പോകുന്നത് ആ ഭാഗത്തൊക്കെ നമ്മൾ റോഷിൻ്റെ ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. യെസ്, ഓക്കെ. ആ പോകുന്ന ലൈനിലാണ് നമ്മളിപ്പോൾ റോഷൻ ഫ്ലെക്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റോഷൻ ഫ്ലെക്സ് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്കതിൻ്റെ 4.5 വോൾട്ടേജും 5 ആംപിയറും ഇടാം. കാരണം ഈ ലൈന് CPU പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഈ ലൈന് ജസ്റ്റ് EMMCയിൽ മാത്രമാണ് കണക്ട് ആയിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ CPU കണക്റ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി വോൾട്ടേജ് ലൈൻ ആണെങ്കിൽ ഒരു കാരണവശാലും ഇത്ര വോൾട്ടേജും ആംപിയറും നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. CPUവിൻ്റെ കോർ അടിച്ചു പോകും. ഓക്കെ, ഇതിപ്പോൾ CPU പോകുന്നില്ല. സോ നമുക്കത് ഇട്ട് കൊടുക്കാം, ആ ഒരു വോൾട്ടേജ് ആംപിയർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ലൈനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. ലൈനിലെ ഗ്രൗണ്ടിലല്ല, പോസിറ്റീവിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ ഒരുപാട് ക്യാപ്പിൽ കണക്റ്റഡ് ആണ്. സോ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ പോസിറ്റീവ് ഭാഗങ്ങളാണ് ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഗ്രേയിലല്ലാണ്ട് ഗ്രീനിലെ ഏതെങ്കിലും ഒരു ക്യാപ്പിൽ നമുക്ക് വോൾട്ടേജ് അവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. യെസ്, കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. യെസ്, കണ്ടു. മെൽറ്റ് ആയിട്ടുണ്ട്. സോ ആ ക്യാപ്പാണ് നമ്മുടെ പ്രശ്നക്കാരൻ. സോ നമുക്ക് ആ ക്യാപ്പ് റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്തതിന് ശേഷം മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം ആ ലൈനിൽ ഷോർട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ. ഗ്രൗണ്ട് കണക്ഷൻ GR വാല്യൂ കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും 0.0 ഇപ്പോൾ GR വാല്യൂ കാണിക്കുന്നുണ്ട്. സോ ആ ലൈനിൽ ഷോർട്ട് പോയിട്ടുണ്ട്. ഇനി പലർക്കുള്ള ഒരു സംശയമാണ്, ഈ നോർമലായിട്ട് ഒരു തുടക്കക്കാരനുള്ള ഒരു സംശയമാണ്. ഇപ്പൊ സാറ് റിമൂവ് ചെയ്തൊരു കോമ്പണന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. പാരലൽ കപ്പാസിറ്റേഴ്സ് ആക്ച്വലി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യണം എന്ന് തന്നെയാണ്. കാരണം സെയിം വാല്യൂ നമുക്ക് സ്കീമാറ്റിക്കിൽ പോയിട്ട് പറയാം. ഇപ്പൊ ക്യാപ്പ് ആണെങ്കിൽ നമുക്ക് ഫാരഡ് യൂണിറ്റിലാണ് വരുന്നത്, മൈക്രോ, നാനോ, പിക്കോ. സോ അത് നമുക്ക് സ്കീമാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്ത ക്യാപ്പ് എത്ര ഫാരഡ് ആണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിൽ കാണിക്കും. ആ സെയിം വാല്യൂ ഉള്ള ഏത് സ്ക്രാപ്പ് ബോർഡ് എന്ന് വേണമെങ്കിലും നമുക്ക് അത് എടുത്തു വെക്കാം. കാരണം ആ ഒരു കമ്പോണന്റ് അതിന്റെ ആവശ്യകത അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് ഫിറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് കപ്പാസിറ്റർ വെക്കുകയാണ് മൊബൈലിന്റെ ഹെൽത്തിന് നല്ലത്. അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ഫോൾട്ട് കണ്ടുപിടിച്ചു. ഇനി അപ്പൊ സെറ്റ് ഓൺ ആയി വരുമോ? കാരണം ഡെഡ് ആയിരുന്നു. നോക്കൂ,
യെസ്, സെറ്റ് ഓൺ ആയി. ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ റീഡിംഗ് എടുക്കുന്നത് കാണാം. ഇവിടെ ഡിസ്പ്ലേ പൊട്ടിയതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈറ്റ് ഇങ്ങനെ കാണാം. ഇവിടെ നിങ്ങൾ ഒരു ടെക്നീഷ്യനാണ് നിങ്ങൾക്ക് മനസ്സിലാവും. സെറ്റ് ഓൺ ആയി. ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ് സാർ. ഞാൻ ഓൾറെഡി പറഞ്ഞ ഇതൊരു സ്ക്രാപ്പ് സെറ്റ് ആണ്. ഇതാണ് ഈ ഒരു മെത്തേഡ്. നിങ്ങൾ പറഞ്ഞ ഒരു സെക്കൻഡറി ലൈനിന് നിങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു ആൾക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ മതി. തീർച്ചയായും നിങ്ങൾക്ക് സെക്കൻഡറി ലൈൻ അല്ല ഏതൊരു വിഷയം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി വരും. ഇപ്പോൾ സാറ് പറയുമ്പോൾ തന്നെ പല ടേമും പലർക്കും ആശങ്ക ഉണ്ടാവും. സാർ ഇതെങ്ങനെ പറയും? ഉദാഹരണത്തിന് ചിലർക്ക് ഇപ്പോഴും ബോർന്യൂൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലും ഉണ്ട്. അപ്പം അതെല്ലാം കാണുമ്പോൾ ഇതെങ്ങനെയാണ്? അപ്പോൾ ബോർന്യൂ വേണമല്ലേ ഇതിന്, അതുപോലെ തന്നെ റോസിൻ ഫ്ലെക്സ് വേണമല്ലേ, അല്ലെ ഈ പറഞ്ഞ പോലെ ഈ പവർ സപ്ലൈ വേണമല്ലേ, ഇങ്ങനെ കുറേ ആശയക്കുഴപ്പമുണ്ടാവും. നിങ്ങൾ മാറാൻ ആദ്യം മാനസികമായിട്ട് തയ്യാറാകും. പിന്നെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും വരുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായും ഫോൺടെക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റും നിങ്ങൾ ചെയ്യുന്ന ഷെയറുമാണ് ഞങ്ങൾക്കുള്ള അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വേണ്ട ടോപ്പിക്ക് നിങ്ങൾ പേഴ്സണലിയോ കമൻറ്റിലോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായും നമുക്കത് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ചെയ്തു തന്നിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എനിവേ ബൈ.